Hello friends, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കീബോർഡ് മാജിക്സ് ആണ് കാണാൻ പോകുന്നത്. കീബോർഡ് മാജിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഷോർട്ട് കട്ട്സ് ആയിരിക്കും അല്ലേ എന്ന്. ഷോർട്ട് കട്ട്സ് തന്നെയാണ്, പക്ഷേ ഇത് അധികം ആരും യൂസ് ചെയ്യാത്ത കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഒരുമിച്ച് മിനിമൈസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ പ്രസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് എം. സ്റ്റാർട്ട് ബട്ടൺ പ്ലസ് എം. അപ്പോൾ കണ്ടോ, എല്ലാം മിനിമൈസ് ആയി കഴിഞ്ഞു. അടുത്ത നമ്മൾ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽസ് 1 by 1 ആയിട്ട് സ്വിച്ച് ചെയ്യണം. അതിനായി ഓൾട്ട് പ്ലസ് ടാബ്. ഓൾട്ട് പ്ലസ് ടാബ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് നമ്മുടെ ഫയൽസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് പ്ലസ് ടാബ് കൊടുത്താൽ ഇതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇതേപോലെ നമുക്ക് ഏത് ഫയലാണ് വേണ്ടത് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറി നിൽക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് സ്റ്റാർട്ട് ബട്ടൺ പ്ലസ് എൽ. സ്റ്റാർട്ട് ബട്ടൺ പ്ലസ് എൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ലോക്ക് ആവും. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം എൻ്റെ സിസ്റ്റം ലോക്കായി പോകും. ഞാനിവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എനിക്ക് 1 by 1 ആയി ക്ലോസ് ചെയ്യണം. അതിനായിട്ട് ഓൾട്ട് F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 ആയി നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽസ് ക്ലോസ് ആവും. അടുത്തതായി ഞാൻ ഇവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിന്റെ ഏകദേശം മിഡിൽ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് എനിക്ക് സ്ക്രോൾ ചെയ്യാനുണ്ട്. ഈ വെബ് പേജിന്റെ ഏറ്റവും താഴെ പോകാനും അതേപോലെ ഏറ്റവും ടോപ്പിൽ പോകാനും നമ്മൾ മൗസ് സ്ക്രോൾ ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇനിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ മുകളിലേക്കും താഴേക്കും പോകാം. കൺട്രോൾ പ്ലസ് ഹോം കൊടുക്കുക. കൺട്രോൾ പ്ലസ് ഹോം കൊടുത്താൽ നമ്മൾ ഏത് വെബ് പേജിലാണ് നിൽക്കുന്നത് അതിന്റെ ഏറ്റവും ടോപ്പിൽ പോകും. അതേപോലെ കൺട്രോൾ പ്ലസ് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വെബ് പേജാണോ അതിന്റെ ഏറ്റവും ലാസ്റ്റ് വരും. ഇനി അടുത്തത് ഞാൻ ഇവിടെ ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ് ബൈ മിസ്റ്റേക്ക് എൻ്റെ നിന്ന് ക്ലോസ് ആയി പോവുകയാണ്. അങ്ങനെ ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലോസ് ആയി പോയ ആ ഒരു ടാബ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇനി അടുത്തതായിട്ട് ഒരു ഫയൽ നമുക്ക് റീനെയിം ചെയ്യണം. അതിനായി ആ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം F2 പ്രസ് ചെയ്യുക. F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് അവിടെ റീനെയിം ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഫയൽ ഡിലീറ്റ് ചെയ്യണം. ആക്ച്വലി ഫയൽ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് റീസൈക്കിൾ ബിന്നിൽ തന്നെ കാണും അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഞാൻ ആദ്യം ഇവിടെ ഫയൽ എടുത്തു, ഡിലീറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫയൽ നിങ്ങൾക്ക് റീസൈക്കിൾ ബിന്നിലേക്ക് മൂവ് ചെയ്യുകയാണോ വേണ്ടതെന്ന്. പക്ഷെ നമുക്ക് മൂവ് അല്ല ചെയ്യേണ്ടത്, നമുക്ക് പെർമനന്റ് ആയിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഷിഫ്റ്റ് ഡിലീറ്റ് ആണ്. ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട് പെർമനന്റ് ആയിട്ടാണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീസൈക്കിൾ ബിന്നിലും കാണില്ല, അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആയി പോയി കാണും. അടുത്തതായിട്ട് ഞാൻ 2 ആപ്ലിക്കേഷൻസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻസ് എനിക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണണം. അതായത് ഒരു ആപ്ലിക്കേഷൻ ലെഫ്റ്റിലും ഒരു ആപ്ലിക്കേഷൻ റൈറ്റിലുമായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുക. ഏതാണ് ലെഫ്റ്റിലേക്ക് പോകേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്ലസ് ലെഫ്റ്റ് ആരോ കീ. അപ്പോൾ നമ്മുടെ സ്ക്രീനിന്റെ സെന്റർ വെച്ച് ലെഫ്റ്റിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇനി ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് റൈറ്റിലേക്ക് വരേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് പ്ലസ് റൈറ്റ് ആരോ കീ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 2 ആപ്ലിക്കേഷന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് നമ്മുടെ 2 ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് നമ്മൾ എല്ലാം മിനിമൈസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് മൈ കമ്പ്യൂട്ടറിൽ പോയി ഓപ്പൺ ചെയ്യുന്നത്. ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട. നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ പ്ലസ് ഇ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.